എല്ലാവർക്കും നമസ്കാരം. നമ്മൾ BNSന്റെ CPO സ്പെഷ്യൽ ടോപ്പിക് സെഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BNSന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതിനുശേഷമുള്ള എക്സെപ്ഷണൽ കേസ് എക്സെപ്ഷണൽ കേസ് നമ്മൾ പഠിച്ചല്ലോ അല്ലെ, പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ സാമാന്യമായ അപവാദങ്ങൾ. ഈ പോർഷൻ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകുന്നു. ചാപ്റ്റർ 5 വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള കുറ്റകൃത്യം. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യത്തിനകത്ത് നമ്മൾ ഇനി മുതൽ ശിക്ഷകൾ കൂടെ പഠിക്കേണ്ടി വരും. ശിക്ഷകൾ കൂടെ. കാരണം കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ശിക്ഷകളൊന്നും പഠിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? അത് എക്സെപ്ഷണൽ കേസാണ്. കാരണം അത് ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ഭാഗമായിരുന്നു. ആ ഭാഗം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ശ്രദ്ധിച്ചിരിക്കുക. ഓരോ ഭാഗവും പഠിച്ചിട്ട് അടുത്തിലേക്ക് വരിക. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 63 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷനാണ് 63. ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് എന്നാൽ എന്ത്? ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് എന്നാൽ എന്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുരുഷനും താഴെ പറയുന്ന 7 വിവരണങ്ങളിൽ ഏതിന്റെയെങ്കിലും കീഴിൽ വരുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ, അതായത് ഒരു പുരുഷൻ താഴെ ഇപ്പൊ നമ്മൾ 7 പോയിന്റ് ഇവിടെ പഠിക്കും. ആ 7 പോയിന്റുകളിൽ ഏതൊക്കെ പ്രകാരമാണോ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചത് അതിനെയാണ് ബലാത്സംഗമായി കണക്കാക്കുന്നത്. ഓക്കെ ആണോ? അതായത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ നടത്തുന്ന പ്രവർത്തികളാണ്. അപ്പൊ ഇവിടെ ആദ്യം നോക്കി, അവളുടെ ഇച്ഛയ്ക്കെതിരായി. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്കെതിരായി ചെയ്താൽ അത് എന്തായിട്ട് കണക്കാക്കാം? ബലാത്സംഗമായി കണക്കാക്കാം. 2, അവളുടെ സമ്മതമില്ലാതെ. അപ്പോൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ. അപ്പൊ 2 പോയിന്റ് ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു പോർഷനാണ്. അപ്പൊ എന്താണ് ബലാത്സംഗം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോർഷൻ എന്താണ്? അവളുടെ ഇച്ഛയ്ക്കെതിരായ എന്ന് പറഞ്ഞു. 2, അവളുടെ സമ്മതമില്ലാതെ. 3, അവൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ആൾക്കോ അവൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ആൾക്കോ മരണമോ ദേഹോപദ്രവമോ വരുത്തുമെന്ന് പേടിപ്പിച്ച് അവളുടെ സമ്മതം നേടിയെടുക്കുമ്പോൾ അങ്ങനെയുള്ള സമ്മതത്തോടെയാണെങ്കിലും അത് ബലാത്സംഗമായി തന്നെ കണക്കാക്കും. അതായത് അവൾക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും കൊല്ലുവന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെ, ബ്ലാക്ക് മെയിൽ ചെയ്ത് നേടിയ സമ്മതമല്ല അല്ലെ, അത് പേടിപ്പിച്ച് നേടിയ സമ്മതമാണ്. അതുപോലെ 4ാമത്തെ പോയിന്റ്, ഒരു പുരുഷൻ താൻ അവളുടെ ഭർത്താവല്ലെന്നും അവൾ നിയമാനുസൃതം വിവാഹം കഴിച്ചെന്ന് കരുതപ്പെടുന്നതോ ആയ മറ്റൊരാളാണ് താനെന്ന് അവൾ കരുതുന്നത് കൊണ്ടാണ് അവൾ സമ്മതിക്കുന്നത്. ഉദാഹരണം, ചില സ്ത്രീകളെ എന്തായിരുന്നു പറ്റിക്കുന്നു. അതായത് താലി കെട്ടിയിട്ട് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ആ ഭർത്താവാണെന്ന് പറയുന്നു അല്ലെ. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാം? അവളെ പറ്റിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ അറിവ് അധികം ഇല്ലാത്തത് മാനസിക വെല്ലുവിളിയുള്ള സ്ത്രീകളെയൊക്കെ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് സമ്മതം നേടിയെടുത്താലും അത് ബലാത്സംഗമായി തന്നെ കണക്കാക്കും. അത് പറ്റിച്ച് നേടുന്ന സമ്മതമാണ്. സമ്മതം കൊടുക്കുന്ന സമയത്ത് ചിത്തഭ്രമം മൂലമോ ലഹരി മൂലമോ അയാൾ നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ നൽകിയ എന്തെങ്കിലും മയക്കുമരുന്നോ ദോഷകരമായ പദാർത്ഥങ്ങളോ മൂലം അവൾ നൽകിയ സമ്മതത്തിന്റെ പ്രകൃതവും അനന്തരഫലവും മനസ്സിലാക്കാൻ അവൾക്ക് കഴിവില്ലാതാകുമ്പോൾ, അതായത് ആരെങ്കിലും ലഹരി എന്തെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് മാനസിക ബുദ്ധിമുട്ടുള്ള സമയത്തോ അല്ലെ, ആ സമയത്ത് അവൾക്ക് ഇതിന്റെ അനന്തര ഫലം എന്താണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നൽകുന്ന സമ്മതം ബലാത്സംഗമായി തന്നെ കണക്കാക്കും. ഓക്കെ അല്ലെ? അതുപോലെ 18 വയസ്സിൽ താഴെ ആകുമ്പോൾ അവളുടെ സമ്മതത്തോടെയാണെങ്കിലും അത് ബലാത്സംഗമാണ്. അത് പോക്സോ കുറ്റം കൂടെയാണ്. അവൾ 18 വയസ്സിൽ താഴെയാകുമ്പോൾ അവളുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ഉള്ളത് ബലാത്സംഗമാണ്. അടുത്തത്, സമ്മതം വിനിമയം ചെയ്യാൻ അവൾക്ക് കഴിവില്ലാതാകുന്ന അവസ്ഥയിൽ, ഇപ്പൊ ജീവച്ഛവമായി കിടക്കുക അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുക, ഈ സമയത്തൊക്കെ ചെയ്യുന്നതെല്ലാം ബലാത്സംഗമായി കണക്കാക്കുക. നന്നായിട്ട് പഠിച്ചോളൂ. ഞാൻ വളരെ നിർത്തിയാണ് പറയുന്നത്. ഈ 7 പോയിന്റ് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കൊള്ളുക. അവളുടെ ഇച്ഛയ്ക്കെതിരായെന്നും അവളുടെ സമ്മതമില്ലാതെയെന്നും അവൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ അവളെ പറ്റിച്ചും അതുപോലെ ലഹരി കൊടുത്തിട്ടും ചിത്തഭ്രമമുള്ള അവസ്ഥയിലും 18 വയസ്സിന് താഴെയുള്ളപ്പോഴും സമ്മതം വിനിമയം ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ. ഇനി ഒഴിവാക്കലുകളിൽ വരുന്നത്, ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ ബലാത്സംഗമാകുന്നില്ല എന്ന് പറഞ്ഞാൽ,
ഒരു മെഡിക്കൽ നടപടിക്രമം ഒരു ഡോക്ടർ ഒരു മെഡിക്കലിന്റെ ഭാഗമായി ചെയ്യുന്നത് ബലാത്സംഗമല്ല. കാരണം എന്താ? ഇപ്പൊ ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും, ശരീരത്തിൽ സ്പർശിച്ച് ചെയ്യേണ്ടി വരും, അതൊന്നും ബലാത്സംഗമായി കണക്കാക്കില്ല. അതുപോലെ ഒരാൾ സ്വന്തം ഭാര്യയുമായി നടത്തുന്ന ലൈംഗിക സംഗമോ ലൈംഗിക കൃത്യങ്ങളോ ഭാര്യ 18 വയസ്സിന് താഴെ അല്ലാതിരിക്കുക ബലാത്സംഗമല്ല. ഇപ്പൊ സ്വന്തം ഭാര്യയാണെങ്കിലും വയസ്സ് എത്ര വേണം? 18 വയസ്സ് വേണം, ഇല്ലെങ്കിൽ അത് ബലാത്സംഗമാകും. ഇത്രയുമാണ് ബലാത്സംഗത്തിന്റെ കണ്ടീഷൻസ്. നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി 64 ബലാത്സംഗത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ്. 64 ബലാത്സംഗത്തിനുള്ള ശിക്ഷ. അപ്പൊ ഇതിൽ പറയുന്നത് കണ്ടോ, ഈ ഉപവകുപ്പുകളിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന സംഗതികളിൽ ഒഴികെ. ഏതൊക്കെ ഉപവകുപ്പ്? ഈ ഒഴിവാക്കലുകൾ 1, 2 അല്ലെ, 1, 2 ഉപവകുപ്പിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന സംഗതികളിൽ ഒഴികെ. അത് രണ്ടും ഒഴിവാക്കാം നമുക്ക്. കാരണം എന്താ? ഡോക്ടറും അതുപോലെ തന്നെ സ്വന്തം ഭാര്യ. അതൊഴികെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്ത തടവ് വരെ ആകാവുന്നതുമായ കാലത്തേക്ക് കഠിന തടവ് നൽകി ശിക്ഷിക്കും. ശിക്ഷ എത്രയാണ്? 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായ, 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ കഠിന തടവും പിഴയുമാണ്. എഴുതി വെച്ച് പഠിച്ചോളുക. കഠിന തടവും പിഴയുമാണ് ബലാത്സംഗത്തിന്റെ ശിക്ഷ. ഇനി 64 തന്നെ രണ്ടാമത്തെ സബ്സെക്ഷൻ. അപ്പൊ 64 1 നമ്മൾ ബലാത്സംഗത്തിന്റെ ശിക്ഷ പറഞ്ഞത്. 64 2 കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഓരോ സബ്സെക്ഷനാണ് നോക്കാം. ആദ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്താൽ, അത് പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ചെയ്താൽ? അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് ഏത് പോലീസ് സ്റ്റേഷനിലാണോ നിയമിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ പരിധിക്കുള്ളിൽ വെച്ച്. അപ്പൊ ഈ പോലീസുകാരനെ എന്തിനാണ് നിയമിച്ചിരിക്കുന്നത്? പോലീസുകാരനെ നിയമിച്ചിരിക്കുന്നത് അവിടുത്തെ നിയമം നടപ്പിലാക്കാൻ. അപ്പോൾ അദ്ദേഹം, ആ പോലീസുകാരൻ അത് നടപ്പിലാക്കാതെ അവിടെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷ കിട്ടും. അപ്പോൾ അതൊന്ന്. 2 ഏതെങ്കിലും സ്റ്റേഷൻ മന്ദിരത്തിന്റെ പരിസരത്ത് വെച്ചാണെങ്കിലോ. 3 അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ സൂക്ഷിപ്പിലോ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സൂക്ഷിപ്പിലോ ഉള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. അപ്പൊ പോലീസുകാരനാണെങ്കിൽ 3 കണ്ടീഷൻ. ഒന്ന്, അദ്ദേഹത്തിന്റെ അയാളുടെ സ്റ്റേഷന്റെ പരിധിയിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റേഷൻ മന്ദിരത്തിന്റെ പരിസരത്തോ അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും വ്യക്തിയെ ബലാത്സംഗം ചെയ്താലോ. 2 ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കെ അങ്ങനെയുള്ള പബ്ലിക് സെർവന്റിന്റെ സൂക്ഷിപ്പിലോ ആ പബ്ലിക് സെർവന്റിന്റെ കീഴിലോ ഒരു പബ്ലിക് സെർവന്റിന്റെ സൂക്ഷിപ്പിലോ ഉള്ള സ്ത്രീയെ ബലാത്സംഗം. അപ്പോ ഇനി ഏതെങ്കിലും ഒരു പബ്ലിക് സെർവന്റ് ആയിക്കോട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് പോലീസിന്റെ കാര്യമാണ് എയില്. ഇനി ബിയിൽ പറയുന്നത് ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കെ എന്ന് പറഞ്ഞു. പബ്ലിക് സെർവന്റ് ചെയ്താൽ അടുത്ത പോയിന്റ്. 3 കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ഒരു മേഖലയിൽ നിയോഗിച്ച ഒരു സായുധ സേനയിലെ അംഗമായിരിക്കെ അങ്ങനെയുള്ള മേഖലയിൽ ബലാത്സംഗം ചെയ്യും. അപ്പൊ സായുധ സേന നമുക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെയാണ്. അവരെ ഒരു സ്ഥലത്തേക്ക് അല്ലെ നിയോഗിച്ചിരിക്കുന്നു. അവർ ചെയ്താലും അവർ തോന്നും. അടുത്തത് ജയിലിന്റെയോ റിമാൻഡ് ഹോമിന്റെയോ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താലോ നിയമത്തിൻ കീഴിലോ സ്ഥാപിച്ച മറ്റൊരു സൂക്ഷിപ്പ് സ്ഥലത്തിന്റെയോ സ്ത്രീകളുടെയോ കുട്ടികളുടെയോ സ്ഥാപനത്തിന്റെയോ മാനേജ്മെന്റിലോ സ്റ്റാഫിലോ ഉൾപ്പെട്ട ആളായിരിക്കെ അങ്ങനെയുള്ള ജയിലിന്റെയോ റിമാൻഡ് ഹോമിന്റെയോ സൂക്ഷിപ്പ് സ്ഥലത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ ഏതെങ്കിലും അന്തേവാസിയെ ബലാത്സംഗം ചെയ്താൽ. അപ്പോ ഈ ജയില്, റിമാൻഡ് ഹോം, ആളുകളെ സൂക്ഷിക്കുന്ന സ്ഥലം, ഈ സ്ഥാപനങ്ങൾ, ഇവരാണ് അവിടെ ഉള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. അത് ഇവരാണത് നോക്കേണ്ട ആൾക്കാർ, അവരുടെ അല്ലെ നേതൃത്വം. അപ്പോൾ അവർ തന്നെ അവിടെ ചെയ്തില്ല. നമ്മളോട് വേലി തന്നെ വിളവ് തിന്നു എന്ന് പറയില്ലേ. അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാർ, അവർ തന്നെ ചെയ്താലോ. അടുത്ത ഈ ഒരു ആശുപത്രിയുടെ മാനേജ്മെന്റിലോ സ്റ്റാഫിലോ ഉൾപ്പെട്ട ആളായിരിക്കെ ആ ആശുപത്രിയിൽ വെച്ചൊരു സ്ത്രീയെ ചെയ്താലോ, ബലാത്സംഗം ചെയ്താലോ. അടുത്തത് എഫ്, ഒരു സ്ത്രീയുടെ ബന്ധുവോ രക്ഷകർത്താവോ അധ്യാപകനോ അല്ലെങ്കിൽ അവളോട് വിശ്വസ്തത കാണിക്കേണ്ടതോ അധികാരമുള്ളതോ ആയ സ്ഥാനത്തുള്ള ഒരാളോ ആയിരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ആശുപത്രി ജീവനക്കാരൻ, മാനേജ്മെന്റിലുള്ള സ്റ്റാഫോ അല്ലെ. അതുപോലെ തന്നെ 2 സ്ത്രീയുടെ ബന്ധുവോ രക്ഷകർത്താവോ അധ്യാപകനോ അല്ലെങ്കിൽ അവളോട് വിശ്വസ്തത ഉള്ള ആളോ അല്ലെങ്കിൽ വർഗീയ അല്ലെങ്കിൽ വിഭാഗീയ ആക്രമണത്തിന്റെ സമയത്ത് ബലാത്സംഗം ചെയ്യും. വർഗീയ ലഹളയോ വിഭാഗീയ ലഹളയോ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ബലാത്സംഗം ചെയ്താലോ. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ബലാത്സംഗം ചെയ്താലോ. സമ്മതം നൽകാൻ കഴിവില്ലാത്ത സ്ത്രീയെ ബലാത്സംഗം ചെയ്താലോ. സമ്മതം നൽകാൻ കഴിവില്ലാത്തതെന്ന് വെച്ചാൽ ജീവച്ഛവമായി കിടക്കുകയോ ബോധം കിടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താലോ. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മേൽ നിയന്ത്രണമോ ആധിപത്യമോ ഉള്ള സ്ഥാനത്തിരിക്കെ ഒരു സ്ത്രീയുടെ മേൽ
മേൽ കൺട്രോൾ ഉള്ള ഒരാൾ അത് ദുർവിനിയോഗം ചെയ്താലോ, മാനസികമോ ശാരീരികമോ ആയ അവശതയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്താലോ, ബലാത്സംഗം ചെയ്യുമ്പോൾ കഠിനമായ ശാരീരിക ഹാനി ഉളവാക്കുകയോ അംഗഭംഗം ഉണ്ടാക്കുകയോ വൈരൂപ്യം വരുത്തുകയോ. അപ്പോ ബലാത്സംഗം ചെയ്തതിനിടയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അതുപോലെ അംഗഭംഗം ഉണ്ടാക്കുക, വൈരൂപ്യം വരുത്തുക, അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതം അപകടപ്പെടുത്തുകയോ ചെയ്താലോ, അതുപോലെ ഒരേ സ്ത്രീയെ തന്നെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്താലോ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്. അപ്പൊ ഇവിടെ 64(2) നമ്മൾ പഠിച്ചത് മനസ്സിലാക്കി പഠിക്കുക. 64(2) ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്താലോ, ഒരു പബ്ലിക് സർവന്റ്, ഒരു സായുധ സേനാംഗം, ഒരു ജയിലിന്റെ ഹോം, അതുപോലെ ആശുപത്രി മാനേജ്മെന്റ്, ഒരു സ്ത്രീയുടെ ബന്ധുവോ രക്ഷകർത്താവോ, അതുപോലെ വർഗീയ ലഹളക്കിടയിൽ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് സമ്മതം നൽകാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ സ്ത്രീയുടെ മേൽ നിയന്ത്രണമുള്ള ആള്, മാനസികമോ ശാരീരികമായ അവശതയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താലോ, ബലാത്സംഗം ചെയ്യുമ്പോൾ കഠിനമായ ശാരീരിക ഹാനി ഉളവാക്കുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്താലോ, ഒരു സ്ത്രീയെ തന്നെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്താലോ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് 10 വർഷവും ജീവപര്യന്തം വരെയുള്ള കഠിന തടവാണെങ്കിൽ ഇത്രയും കേസുകൾ A മുതൽ M വരെയുള്ള ഇത്രയും കേസിനാണെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. 10 വർഷത്തിൽ കുറയാത്തതും. ഇപ്പൊ മിനിമം എത്ര വർഷം? 10 വർഷം. എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലം, അതായത് നമ്മളെ നേരത്തെ ജീവപര്യന്തം, ഇനി ശേഷിക്കുന്ന ജീവിതകാലം എന്ന് എടുത്തു പറയണം. ജീവപര്യന്തവുമായിട്ട് വ്യത്യാസമുണ്ട്. ശേഷിക്കുന്ന ജീവിതകാലം വരെയുള്ള കഠിന തടവും പിഴയും അർഹനാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത് തന്നെയാണ്. 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തോളം ആകാവുന്നതുമാണ് എന്നൊക്കെ അറിയണം. ഓക്കെ അല്ലേ? ഇത് ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണ്, ഇത് കോഗ്നൈസബിൾ കുറ്റമാണ്. കോഗ്നൈസബിൾ നമുക്കറിയാം എന്താണ്? പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി 65. മാത്രമല്ല ഈ പിഴത്തുക, ഇവരിൽ നിന്നൊക്കെ പിരിക്കുന്ന പിഴത്തുക ആർക്ക് നൽകും? ഇത് ഇരയുടെ ചികിത്സക്കായിട്ട് നൽകും. ഇവരിൽ നിന്നൊക്കെ പിരിക്കുന്ന പിഴത്തുക ആർക്ക് നൽകും? ഇരയുടെ ചികിത്സക്കായിട്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ. അപ്പോ നിങ്ങളൊരു ബുക്കും ഒരു പേനയും കൂടെ വെച്ചിരുന്നാൽ കുറച്ച് നന്നായിരിക്കും. കാരണം അതിൽ നമുക്ക് എഴുതി എന്ത് ചെയ്യാം? പോയിന്റുകൾ എഴുതി പഠിച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഇരുന്ന് പഠിക്കും. എന്റെ കൂടെ ഇരുന്ന് പഠിക്കുക. ഇതിനപ്പുറം ചോദിക്കാനൊന്നുമില്ല, ഇതിനകത്തുനിന്നേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോ 65(1) ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാണ്? ഇവിടെ ഏജ് ആണ് പറയുന്നത്, ഇവിടെ വയസ്സാണ് പറയുന്നത്. 16 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്തം കിട്ടും. ഇവിടെ അത് തന്നെയാണ്. പക്ഷെ ഇവിടെ വയസ്സ് 16 ആണ്. അപ്പൊ ഇത് പോക്സോ കുറ്റം കൂടിയാണെന്ന് അറിയുക. അപ്പൊ 16 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ എന്നാണ്, സ്ത്രീയെ നമ്മൾ പറയുന്നത്. പക്ഷെ കുട്ടിയാണ്, പോക്സോ പ്രകാരം കുട്ടിയാണ്. 18 വയസ്സിൽ താഴെയുള്ളത് എന്താണ്? BNS പ്രകാരം കുട്ടിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും എത്ര വർഷം? 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള കഠിന തടവും ലഭിക്കും. 20 വർഷത്തിൽ കുറയാത്തതും. ഓക്കെ, അപ്പൊ 16 വയസ്സിൽ താഴെയുള്ള സ്ത്രീയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവും സ്വാഭാവിക ജീവിതത്തിന് ശേഷിക്കുന്ന കാലയളവ് വരെ ലഭിക്കും. ഇനി എന്നാൽ അങ്ങനെയുള്ള പിഴത്തുക, ഈ പിഴത്തുക ആർക്ക് നൽകും? ഇരയുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസവും നടത്താൻ തക്കവിധം ന്യായവും യുക്തവുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇരയുടെ എന്തിനു കൊടുക്കും? ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി നൽകും. എന്ന് മാത്രമല്ല ഈ ഉപവകുപ്പ് പ്രകാരം ചുമത്തിയിട്ടുള്ള പിഴത്തുക ഇരയ്ക്ക് തന്നെ നൽകണം. ഈ ഉപവകുപ്പ് പ്രകാരം ചുമത്തിയിട്ടുള്ള പിഴത്തുക ഇരയ്ക്ക് നൽകണം എന്ന് പറയുന്നത്. ഇനി 65(2), 65(1) പറഞ്ഞത്. ഇനി 2, 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും, നേരത്തെ 16 വയസ്സായിരുന്നു, 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട കഠിന തടവും കിട്ടും. അപ്പോ 65(2) എന്ന് പറഞ്ഞാൽ 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീയാണ്. നേരത്തെ 16 വയസ്സായിരുന്നു, ഇനി 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീയാണെങ്കിൽ അവിടെ ശിക്ഷ എത്രയാണ്?
20 വർഷത്തിൽ കുറയാത്തതും അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള കഠിന തടവും ലഭിക്കുമെന്ന് ഓർമ്മിക്കുക. പിന്നെ മരണശിക്ഷ കൂടെ ലഭിക്കും. 12 വയസ്സിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കൊടുക്കണം? മരണശിക്ഷ കൂടെ കൊടുക്കണമെന്ന് ഓർമ്മിക്കുക. അപ്പൊ 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്തത്തോളമാകാവുന്ന കഠിനതടവും പിഴയും അഥവാ മരണശിക്ഷയും ലഭിക്കും എന്ന് ഓർമ്മിക്കുക. 65 1 പഠിച്ചു, 65 2 പഠിച്ചു. ക്ലിയർ? ഈ പിഴത്തുക ആർക്ക് നൽകും? ഇരയുടെ ചികിത്സക്കായിട്ട് നൽകും. പിഴത്തുക ഇരയുടെ ചികിത്സക്കായിട്ടും പുനരധിവാസമായി നൽകും. ഇനി 66 കുറ്റത്തിനിരയായ ആൾക്ക് മരണമുളവാക്കുന്നതിനോ ജഡാവസ്ഥയ്ക്ക് ഇടവരുത്തുന്നതിനോ ഉള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ 64 പറഞ്ഞ കേസുകളാണ്. 64 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആ ഇരയായ ആളിനെ എന്തിലേക്ക് നയിക്കുക? മരണത്തിലേക്ക്. ഈ ബലാത്സംഗം പ്രവൃത്തി കാരണം ഇര എന്ത് ചെയ്തു? മരണപ്പെടുന്നു, അല്ലെങ്കിൽ ജഡാവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ ജീവച്ഛവമായി കിടക്കുന്ന അവസ്ഥ. അപ്പൊ കുറ്റത്തിനിരയായ ആൾക്ക് മരണം ഉളവാക്കുന്നതിനോ ജഡാവസ്ഥയ്ക്ക് ഇടവരുത്തുന്നതിനോ ഉള്ള ശിക്ഷയാണെങ്കിൽ എന്താണ്? 64 1-ാം ഉപവകുപ്പോ 2-ാം ഉപവകുപ്പോ പ്രകാരം ശിക്ഷിക്കാവുന്ന ഒരു കുറ്റം ചെയ്യുന്നതും അങ്ങനെയുള്ള കുറ്റം ചെയ്യുന്നതിനിടയിൽ സ്ത്രീയുടെ മരണം ഉളവാക്കുകയോ സ്ത്രീക്ക് ജഡാവസ്ഥ ഉളവാക്കുകയോ ചെയ്യുന്ന ക്ഷതി ഏൽപ്പിക്കുന്നതുമായ ഏതൊരാളും 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം അല്ലെങ്കിൽ സ്വാഭാവിക ജീവിതകാലത്തിന് ശേഷിക്കുന്ന കാലവും മരണശിക്ഷയും ലഭിക്കും. നമ്മൾ 65 2 പഠിച്ചതെന്താണ്? അവിടെയും സെയിം ശിക്ഷയിലെ 12 വയസ്സിന് താഴെയാണെങ്കിൽ എത്രയാണ്? 20 ശേഷിക്കുന്ന ജീവിതകാലം വരെയുള്ള കഠിനതരവും പിന്നെ എന്തും ലഭിക്കും? മരണശിക്ഷയും ലഭിക്കും. ഇവിടെ അതുപോലെ തന്നെയാണ്. എന്താണ്? 20 ശേഷിക്കുന്ന ജീവിതകാലം. കണ്ടോ? ഇവിടെ അതല്ലേ? പക്ഷേ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ സെയിം ആണ്, മരണശിക്ഷയും കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് എന്താ? 20 വർഷത്തിൽ കുറയാത്ത എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതകാലം വരെയുള്ളതോ അതുപോലെ പിഴയും കിട്ടും, മരണശിക്ഷയും കിട്ടും. അത് ഓർമ്മിക്കുക. കാരണം ഇവിടെ സ്ത്രീയെ കൊല്ലുകയല്ല, ബലാത്സംഗത്തിനിടയിൽ സ്ത്രീ മരണപ്പെടുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ബലാത്സംഗത്തിനിടയിൽ സ്ത്രീ മരണപ്പെട്ടു. അടുത്തത് 67. ഇപ്പൊ നമ്മൾ 63, 64, 65, 66 പക്കയായോ? എഴുതി നന്നായിട്ട് പഠിച്ചോളാം. ശിക്ഷ കൂടെ പറഞ്ഞു പഠിക്കുക. 67 വേർപിരിഞ്ഞു കഴിയുന്ന കാലത്ത് ഭർത്താവ് തന്റെ ഭാര്യയുടെ മേൽ നടത്തുന്ന ലൈംഗിക സംഘം. ഇനി അവൾ പിരിഞ്ഞു താമസിക്കുകയാണ്. ഓക്കെ. എന്നിട്ടും ഭാര്യയുടെ മേൽ ഭർത്താവ് ആധിപത്യം സ്ഥാപിക്കുകയാണ്, അനുമതിയില്ലാതെ, അല്ലെ? അപ്പൊ സ്വന്തം ഭാര്യയായിരുന്നാൽ പോലും വേർപിരിഞ്ഞു കഴിയുന്ന കാലത്ത് ഭർത്താവ് തന്റെ ഭാര്യയുടെ മേൽ നടത്തുന്ന ലൈംഗിക സംഘത്തിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷത്തോളം ആകാവുന്നതുമായ തടവും പിഴയും. ഇവിടെ കഠിനതടവില്ല, തടവും പിഴയും ഇരയുടെ പരാതിയിന്മേൽ മാത്രമേ. ഇവിടെ ഭാര്യയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെടുക്കുള്ളൂ? കേസെടുക്കുള്ളൂ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. സെക്ഷൻ 67 വേർപിരിഞ്ഞു കഴിയുന്ന കാലത്ത് ഭർത്താവ് തന്റെ ഭാര്യയുടെ മേൽ നടത്തുന്ന ലൈംഗിക സംഘം. ക്ലിയർ ആണോ? 2 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. 2 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തത് അധികാര സ്ഥാനത്തുള്ള ഒരാൾ നടത്തുന്ന ലൈംഗിക സംഘം. അധികാര സ്ഥാനത്തുള്ള ഒരാൾ നടത്തുന്ന ലൈംഗിക സംഘം എന്ന് പറഞ്ഞാൽ അത് എത്രയെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പം അവരുടെ പദവി വെച്ചിട്ടോ അല്ലെങ്കിൽ അവർ മറ്റ് സ്ത്രീക്കെതിരെ അധികാരം, അല്ലെ, സ്ത്രീക്ക് ആരാണോ സ്ത്രീയുടെ ആധിപത്യം, സ്ത്രീക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നടത്തുന്ന പ്രവൃത്തിയാണെങ്കിൽ അവിടെ 5 വർഷം മുതൽ 10 വർഷത്തോളം ആകാവുന്ന കഠിന തടവും പിഴയും ലഭിക്കും. അപ്പോ അധികാര സ്ഥാനത്ത് 68 പഠിക്കണം. അധികാര സ്ഥാനത്തുള്ള ഒരാൾ നടത്തുന്ന ലൈംഗിക സംഘമാണെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 10 വർഷത്തോളം ആകാവുന്ന കഠിന തടവും പിഴയും ലഭിക്കും. മനസ്സിലാക്കി പഠിക്കുക. 5 മുതൽ 10 വർഷം വരെയുള്ള കഠിന തടവും പിഴയും ലഭിക്കും. ഓക്കെ. ഇനി 69 വഞ്ചനാപരമായ മാർഗങ്ങളും മറ്റും ഉപയോഗിച്ചുള്ള ലൈംഗിക സംഘം. ഇത് നമ്മൾ ഈ പത്രത്തിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. എന്താണ്? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ എഴുതില്ല. അത് തന്നെയാണ് ഈ സെക്ഷൻ 69. അതായത് എന്താണ്? വഞ്ചനാപരമായ, അത് അവിടെ എന്താണ്? പറ്റിച്ചല്ലേ? വഞ്ചനാപരമായ മാർഗങ്ങൾ മറ്റും ഉപയോഗിച്ചുള്ള ലൈംഗിക സംഘം. അതായത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ അത് നിറവേറ്റാൻ ഉദ്ദേശമില്ലാതെയോ, അതായത് ഈ പറഞ്ഞ വാഗ്ദാനം ഒന്നും നിറവേറ്റില്ല,
ഈ പറഞ്ഞ വാഗ്ദാനം ഒന്നും എന്ത് ചെയ്യില്ല, നിറവേറ്റില്ല. അതാണ് പറഞ്ഞത്, വഞ്ചനാപരമായ മാർഗങ്ങളും മറ്റും ഉപയോഗിച്ച് ആ സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവളുമായി ലൈംഗിക സംഘത്തിൽ ഏർപ്പെട്ട ഏതൊരാളും ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത ലൈംഗിക സംഘമാണെങ്കിൽ, അപ്പം ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇത് ബലാത്സംഗമല്ല, സമ്മതപ്രകാരം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു മാർഗം എന്തായിരുന്നു, അവിടെ വഞ്ചനാപരമായ മാർഗവും അത് നിറവേറ്റാൻ ഉദ്ദേശമില്ലാതെയും വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ചെയ്യരുത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവും പിഴയും ലഭിക്കും. 69 മറക്കരുത്, വഞ്ചനാപരമായ മാർഗങ്ങളും മറ്റും ഉപയോഗിച്ചു. ശിക്ഷ കണ്ടോ, 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയുമാണ്. ഇത് കോഗ്നൈസബിൾ കുറ്റമാണ്, ജാമ്യം അനുവദിക്കാത്തതാണ്, സെഷൻസ് കോടതിയാണ് വിചാരണ ചെയ്യുന്നത്. നോക്ക്, അപ്പൊ 69 വരെ നമ്മൾ റേപ്പിനെ കുറിച്ചാണ് പഠിച്ചത്, അല്ലെങ്കിൽ ബലാത്സംഗം. ഇനി നമ്മൾ പഠിക്കുന്നത് റേപ്പിന് പകരം ഗ്യാങ് റേപ്പാണ് പഠിക്കാൻ പോകുന്നത്. ഗ്യാങ് റേപ്പ് അല്ലെങ്കിൽ കൂട്ടബലാത്സംഗം. കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞാൽ എത്ര പേരാണ്? ഒരു പൊതു ഉദ്ദേശത്തെ പുരോഗമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഒരു സംഘത്തിൽപ്പെട്ട ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ. പൊതു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ സംഘത്തിൽപ്പെടുന്ന എല്ലാവരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ബലാത്സംഗം. അപ്പൊ അതാണ് ഒരു പൊതു ഉദ്ദേശത്തെ പുരോഗമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഒരു സംഘത്തിൽപ്പെട്ട ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ. അപ്പൊ ആ സംഘത്തിൽപ്പെടുന്ന ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ ആ ആളുകളിൽ ഓരോരുത്തരും, അപ്പൊ അതില് ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിലും അതിൽ ഓരോരുത്തരും ബലാത്സംഗം കുറ്റം ചെയ്തതായി കരുതപ്പെടുന്നതും അവർക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ആ ആളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാകുന്ന കഠിന തടവും കിട്ടും. അപ്പോൾ കൂട്ടബലാത്സംഗത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 അല്ല, കുറഞ്ഞത് എത്രയാ? 20 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ആ ആളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്തത്തോളമാകാവുന്ന കഠിന തടവ്. അപ്പൊ സ്വാഭാവിക ജീവിതകാലം വരെയുള്ള കഠിന തടവ് കിട്ടുമെന്ന് എനിക്ക്. കഠിന തടവ് നമ്മൾ എങ്ങനെ പഠിച്ചു? സാധാ തടവും കഠിനവും ഹാർഡായിട്ടുള്ള ജോലിയോട് കൂടിയ തടവുകളെയാണ് കഠിന തടവ് എന്ന് പറയുന്നത്. കഠിന തടവിനാണ് എന്തുള്ളതെന്ന് പറഞ്ഞു? ഏകാന്ത തടവുള്ളതെന്നും പറഞ്ഞു. അപ്പൊ കൂട്ടബലാത്സംഗം പഠിച്ചല്ലോ. എത്ര പേര് വേണം? 5ഒന്നുമല്ല, അത് കവർച്ചയ്ക്കാണ് വരുന്നത്. ഒന്നോ അതിൽ കൂടുതലുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ എന്താണ് ചെയ്തു കഴിഞ്ഞാൽ. എന്നാൽ അങ്ങനെയുള്ള പിഴത്തുക ആർക്ക് നൽകുമെന്ന് പറഞ്ഞു? ഇരയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നടത്താൻ തക്കവിധം ന്യായവും യുക്തവുമായിരിക്കണം. ഇരയുടെ എന്തിനു കൊടുക്കണം? ആ ചികിത്സാ ചെലവുകൾക്കും അതുപോലെ തന്നെ പുനരധിവാസത്തിന്, മുന്നോട്ട് ജീവിക്കാനുള്ളതിനു വേണ്ടി സഹായകരമായിരിക്കണം എന്ന് ഓർമ്മിക്കുക. അടുത്തത് 70-2. ഒരു പൊതു ഉദ്ദേശത്തെ പുരോഗമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് സംഘത്തിൽപ്പെട്ട ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 70-1 പറഞ്ഞ അതുപോലെ തന്നെയാണ് 70-2. എന്താണ്? ഒരു പൊതു ഉദ്ദേശത്തെ അപ്പൊ അവരുടെ ഉദ്ദേശമൊക്കെ ഒന്ന് തന്നെയാണ്. സംഘത്തിൽപ്പെട്ട ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ ആ ആളുകളിൽ ഓരോരുത്തരും, അപ്പൊ അതിൽ ഓരോരുത്തരും ബലാത്സംഗ കുറ്റം ചെയ്തതായി കരുതപ്പെടുന്നതും അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവെന്നർത്ഥമാക്കുന്ന ജീവപര്യന്ത തടവും കിട്ടും. അപ്പോ മറക്കരുത്, ഒരു പൊതു ഉദ്ദേശത്തെ പുരോഗമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച് സംഘത്തിൽപ്പെട്ട ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത്, 18 വയസ്സാണ് അവിടെ പറയുന്നത്, ഇത് പോക്സോ കുറ്റം കൂടിയാണ്. അങ്ങനെ 18 വയസ്സിന് താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആളുടെ ഓരോരുത്തരും എന്ത് കിട്ടും? അവിടെ 20ഒന്നുമില്ല, അവിടെ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ മുഴുവൻ എന്താണ്? കഠിനതവും അതുപോലെ തന്നെ മരണശിക്ഷ വരെ ലഭിക്കാമെന്ന് അറിയുക. 70-2. അവിടെയും പിഴത്തുക ഇരയുടെ ഇരയ്ക്ക് നൽകും, ഈ പിഴത്തുക ആർക്ക് നൽകും? എന്നാൽ അങ്ങനെയുള്ള പിഴത്തുക ഇരയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നടത്താൻ തക്കവിധം ന്യായവും യുക്തവുമായിരിക്കണം എന്നുകൂടെ അറിയുക. ഓക്കെ. അതുപോലെ 71 കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷ. 71 കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷ. അപ്പോൾ ഇവിടെ കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്ക്, അതായത് ഇവിടെ എന്താണ്? ഒരു കുറ്റം ചെയ്തു, അയാൾ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം വീണ്ടും ആ കുറ്റം ആവർത്തിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള കഠിന തടവ് എന്നർത്ഥമാക്കേണ്ട തടവ്. അതുപോലെ തന്നെ മരണശിക്ഷയും ലഭിക്കും.
അപ്പോ ഇവിടെ സ്വാഭാവിക ജീവിതത്തിന് ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവും അതുപോലെ തന്നെ മരണശിക്ഷ വരെ ലഭിക്കാമെന്നാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ എന്ന് ഓർമ്മിച്ചുള്ള. അതായത് ഒരു ശിക്ഷ കിട്ടി വീണ്ടും അത് ചെയ്താൽ പിന്നെ മരണശിക്ഷ കൊടുക്കണം. അതാണ് സെക്ഷൻ 71. ഇനി 72. ചില കുറ്റങ്ങൾക്ക് ഇരയായ ആളുടെ പേര് വിവരം വെളിപ്പെടുത്തൽ. അതായത് ചില കുറ്റങ്ങൾക്ക് ഇരയായ ആളുടെ പേര് വിവരം എന്ന് വെച്ചാൽ ഈ ഇരയായ ആള് സ്ത്രീയുടെ പേര് വിവരം വെളിപ്പെടുത്താൻ പാടില്ല. നമ്മൾ ഇര അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ പറയാറുള്ളൂ, അല്ലെ? അത് കുറ്റത്തിന് ഇരയായ ആള് അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോ അവിടെ ഓർക്കേണ്ടത് ഒരിക്കലും അവരുടെ പേര് വിവരം പുറത്തുവിടാൻ പാടില്ല, അത് ശിക്ഷാർഹമാണെന്ന് അറിയുക. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമുള്ള വകുപ്പുകളാണ് ഈ 64 മുതൽ 71 വരെയുള്ള വകുപ്പുകൾ. ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം ഏതാൾക്കെതിരെയാണോ ചെയ്തതായി ആരോപിക്കപ്പെട്ടത്, ഏതാൾക്കെതിരെയാണോ ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീ അല്ലെങ്കിൽ ഇര, സ്ത്രീക്കെതിരെ ചെയ്തതാണ്. അയാളുടെ പേരോ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ളതോ മറ്റേതെങ്കിലും കാര്യമോ ആരെങ്കിലും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ, അപ്പൊ ആരെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അച്ചടിക്കുവാനും പാടില്ല, പ്രസിദ്ധീകരിക്കാനും പാടില്ല. അപ്പൊ ഓർമ്മിക്കുക, അപ്പൊ ഇരയുടെ പേരോ വിവരോ എന്ത് ചെയ്യാൻ പാടില്ല? അച്ചടിക്കോ പ്രസിദ്ധീകരിക്കോ പുറത്തുവിടാനോ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് 2 വർഷത്തോളമാകാവുന്ന, കേട്ടോ, ഇതിൽ 1 വർഷമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? 2 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക്, അതൊരു ചെറിയൊരു മിസ്റ്റേക്ക്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 2 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് രണ്ടിലേതെങ്കിലും തടവും പിഴയും കിട്ടും. ഓർമ്മിക്കുക, 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയും, തിരുത്തി വായിക്കുക, 2 വർഷം. ഓക്കെയാണ്. ഇനി അതിൽ തന്നെ ഈ കുറ്റത്തിനിരയായ ആളുടെ പേരോ അയാളെ തിരിച്ചറിയാനുള്ള മറ്റേതെങ്കിലും കാര്യമോ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തതിൽ 1-ാം ഉപവകുപ്പ് ബാധകമാകാതിരിക്കണമെങ്കിൽ അത്തരം അച്ചടിയും പ്രസിദ്ധീകരണവും താഴെ പറയുന്ന പോലെ ആയിരിക്കണം. അപ്പൊ ഈ 1-ാം ഉപവകുപ്പ് ബാധകമാകാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു കാരണവശാലും ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ ഇരയുടെ പേര് പുറത്തുവിടാൻ പറ്റില്ല, സമ്മതിച്ചു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് പുറത്തുവിടേണ്ടി വരും. ആ സന്ദർഭമാണ് ഇതിൽ പറയുന്നത്. 1, പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ രേഖാമൂലമുള്ള ഉത്തരവ് പ്രകാരമോ കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തമ വിശ്വാസപൂർവ്വമുള്ള അന്വേഷണത്തിന് വേണ്ടിയോ. അപ്പോ ഇവിടെ ഈ പോലീസ് സ്റ്റേഷന്റെ ചുമതല ഉദ്യോഗസ്ഥന് അപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായി ചിലപ്പോൾ പേര് വെളിപ്പെടുത്തേണ്ടി വരും. എല്ലായിടത്തും അല്ല, പബ്ലിക്കായിട്ടല്ല. ചിലപ്പോൾ ഒരാൾ ചോദിക്കണ്ടേ, ഈ സ്ത്രീയുടെ പേര് ചോദിച്ചിട്ട് പറയില്ല, ഇവരിവിടെ താമസിച്ചിട്ടുണ്ടോ, ഇവരെ അറിയാമോ എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പൊ ആ സമയത്ത് ഈ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം നടക്കൂ? ഇല്ല. അതുപോലെ കുറ്റത്തിനിരയായ ആളിലൂടെയോ അയാളുടെ രേഖാമൂലമായ അധികാരപ്പെടുത്തലിലൂടെയോ ഉള്ളത്. ഇനി ഈ ഇരയായ ആൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പറയാം. കുറ്റത്തിനിരയായ ആളിലൂടെയോ എന്ന് പറഞ്ഞാൽ ഇരയായ ആൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പറയാം. ഓക്കെ, ഇരയായ ആൾക്ക് പറയാം എന്ന് ഓർമ്മിക്കുക. കുറ്റത്തിനിരയായ ആളിലൂടെയോ അയാളുടെ രേഖാമൂലമായ അധികാരപ്പെടുത്തലിലൂടെയോ ഉള്ളത് എന്ന് ഓർമ്മിക്കുക. ഇനി 3, കുറ്റത്തിനിരയായ ആൾ മരിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയോ മനോരോഗിയോ ആയിരിക്കുകയോ ആണെങ്കിൽ അയാളുടെ അടുത്ത ബന്ധുവിലൂടെയോ ബന്ധുവിന്റെ രേഖാമൂലമുള്ള അധികാരപ്പെടുത്തലിലൂടെയോ പറയാം. അപ്പൊ ആള് മരിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയോ മനോരോഗിയോ ഒക്കെ ആണെങ്കിൽ അയാളുടെ അടുത്ത ബന്ധുവിലൂടെ എന്ത് ചെയ്യാം? പുറത്തുവിടാം. പക്ഷേ എന്നാൽ ഏതെങ്കിലും അംഗീകൃത ക്ഷേമ സ്ഥാപനത്തിന്റെയോ സംഘടനയുടെയോ ചെയർമാനോ സെക്രട്ടറിയോ അല്ലാത്ത ആർക്കും അവർ എന്തെന്നറിയപ്പെട്ടാലും തൊട്ടടുത്ത ബന്ധുക്കൾക്ക് അത്തരം അധികാരപ്പെടുത്തൽ കൊടുക്കാനാവില്ല. അപ്പോ ഇവർ ഏതെങ്കിലും അംഗീകൃത ക്ഷേമ സ്ഥാപനത്തിന്റെയോ സംഘടനയുടെയോ ചെയർമാനോ സെക്രട്ടറിയോ അല്ലാത്ത ആർക്കും അവർ എന്തെന്നറിയപ്പെട്ടാലും തൊട്ടടുത്ത ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അധികാരം കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ ഈ ഉപവകുപ്പിൽ അംഗീകൃത ക്ഷേമ സ്ഥാപനമോ സംഘടനയോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഇതിനായി അംഗീകരിച്ച സാമൂഹ്യക്ഷേമ സ്ഥാപനത്തെയോ സംഘടനയോ ആണ് അർത്ഥമാക്കുന്നത്. ഇനി അതിൽ തന്നെ ശിക്ഷ നമ്മൾ ഇപ്പോൾ പറഞ്ഞു 2 വർഷം അല്ലെ, നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് 1 പക്ഷെ ഇവിടെ 2 ആക്കണം, കേട്ടോ. അപ്പൊ ശിക്ഷ എത്രയാണ്? ഈ 72-ലെ 1 2 വർഷത്തെ തടവും പിഴയുമാണെന്ന് അറിയുക. അതുപോലെ 74-ാമത്തെ സെക്ഷൻ 74, സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ. അപ്പൊ സ്ത്രീയെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ നടത്തിയാൽ അവിടെ 1 വർഷത്തേക്കുള്ളതും 5 വർഷത്തോളം ആകാവുന്നതുമായ തടവും പിഴയും കിട്ടും. അവിടെ വളരെ എളുപ്പമാണ്. സ്ത്രീയെ മാനഭംഗം, കഴിഞ്ഞ പ്രാവശ്യം ഇത് 354 ആയിരുന്നു IPC.
ഇവിടെ സ്ത്രീയെ അപമാനിക്കണം ഉദ്ദേശത്തോടുകൂടി അവളുടെ നേരെ കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ നടത്തിയാൽ 5 വർഷത്തേക്കുള്ളതും അല്ലെ 5 വർഷത്തേക്കുള്ളതും ഒരു വർഷം മുതൽ 5 വർഷം വരെ, അല്ലെ 1 മുതൽ 5 വർഷം വരെയുള്ള തടവും പിഴയുമാണ് കേട്ടോ. 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള തടവും പിഴയും. അപ്പൊ സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളത് എങ്ങനെയാണ്? കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് കയ്യേറ്റവും ബലപ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിനെ പറഞ്ഞ പേരാണ് കയ്യേറ്റം, അല്ലാതെ കയ്യിൽ പിടിക്കുന്നതല്ല കയ്യേറ്റം. ഇനി ബലപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കാരണം മറ്റൊരാൾ നീങ്ങാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെല്ലാം ബലപ്രയോഗം. അതെങ്ങനെയാകാം? നമ്മൾ അവരുടെ ശരീരത്തിൽ സ്പർശിച്ച് തള്ളണമെന്നില്ല, അല്ലാതെ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി കാരണം അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ബലപ്രയോഗം. അപ്പോൾ സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവളുടെ നേരെ കയ്യേറ്റമോ ബലപ്രയോഗമോ ചെയ്താൽ 1 മുതൽ 5 വർഷം വരെയുള്ള തടവും പിഴയും ലഭിക്കും. ഇനി 75, കഴിഞ്ഞ പ്രാവശ്യം അത് 354 ആണ്. ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് എന്തെന്ന് ചോദിച്ചാൽ, താഴെ പറയുന്ന കൃത്യങ്ങളിൽ ഏതെങ്കിലും സ്വാഗതാർഹമല്ലാത്തതും പ്രകടമായി തന്നെ ലൈംഗികവുമായ സമീപനം ഉൾപ്പെടുന്ന ശാരീരിക സ്പർശനവും മുന്നേറ്റങ്ങളും. അപ്പോൾ സ്ത്രീയുടെ സ്വാഗതാർഹമല്ലെന്ന് വെച്ചാൽ സ്ത്രീ ക്ഷണിച്ചിട്ടല്ല, സ്ത്രീയുടെ ഇഷ്ടപ്രകാരമല്ല. അപ്പോ അല്ലാത്ത പ്രകടമായി തന്നെ ലൈംഗികവുമായ സമീപനം, അത് കണ്ടാൽ തന്നെ അറിയാം അത് ബാഡ് ടച്ചാണ്. അപ്പൊ സ്ത്രീയുടെ അനുമതി ഇല്ലാതെ സ്പർശിക്കുക, ലൈംഗിക നേട്ടങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുക, അപ്പോൾ ലൈംഗികത ആവശ്യപ്പെടൽ എന്നാണ് അവിടെ പറയുന്നത്. 3, ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്കെതിരായി അശ്ലീല സൃഷ്ടി കാണിക്കുകയോ അല്ലെങ്കിൽ അപ്പൊ മോശമായിട്ടുള്ള പോണോഗ്രഫി, സ്ത്രീയുടെ ഇച്ഛയ്ക്കെതിരായി അശ്ലീല സൃഷ്ടി കാണിക്കുകയോ ലൈംഗികത കലർന്ന പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും ലൈംഗിക പീഡന കുറ്റത്തിന് അപരാധിയാകുന്നു. അപ്പൊ 4 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ലൈംഗിക സ്പർശനം, ആവശ്യപ്പെടൽ, അതുപോലെ തന്നെ ഇച്ഛയ്ക്കെതിരെ അശ്ലീല സൃഷ്ടി കാണിക്കുക. 4, പരാമർശങ്ങൾ, ലൈംഗികത കലർന്ന പരാമർശം, കമന്റ്സ്, സെക്ഷുവലി കളേർഡ് കമന്റ്സ് എന്ന് പറയും. ഈ 4 കാര്യങ്ങളാണ്. ഇതില് എല്ലാ കുറ്റം ചെയ്യുന്ന ഏതൊരു പുരുഷനും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പോയിന്റ് ചെയ്യുന്നവർക്ക് 3 വർഷത്തോളമാകാവുന്ന കഠിന തടവും പിഴയും കിട്ടും. ഇതാണ് 3 വർഷത്തോളമാകാവുന്ന കാലത്തേക്കുള്ള കഠിന തടവും പിഴയും. എന്നാൽ 75-3 അവിടെ പറയുന്നത് 1-ാം ഉപവകുപ്പിലെ 4-ാം ഖണ്ഡത്തിൽ വിനിർദ്ദേശിച്ച കുറ്റം ചെയ്യുന്ന ഏതൊരു പുരുഷനും, 4-ാമത്തത് ഈ പോയിന്റ് ആണ്, ലൈംഗികത കലർന്ന പരാമർശം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 വർഷത്തോളമാകാവുന്ന തടവും പിഴ. അപ്പൊ ആദ്യത്തെ 3 കാര്യം, സ്പർശനം, ആവശ്യപ്പെടൽ, പോണോഗ്രഫി, അതിന് 3 വർഷത്തെ കഠിന തടവും പിഴയും കിട്ടും. ഇവിടെയാണെങ്കിൽ 1 വർഷത്തെ തടവും പിഴയേ കിട്ടുള്ളൂ, കമന്റുകൾ പറഞ്ഞാൽ, മോശമായിട്ടുള്ള കമന്റുകൾ പറഞ്ഞാൽ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. 76, വിവസ്ത്രയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള സ്ത്രീയുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ. വിവസ്ത്രയാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി. അപ്പോ ഈ വിവസ്ത്ര നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം 354B ആയിരുന്നു അത്. ഇവിടെ വിവസ്ത്രയാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി സ്ത്രീയുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ നടത്തിയാൽ, ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുകയോ നഗ്നയാക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അവളുടെ നേരെ കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ നടത്തുകയോ അങ്ങനെയുള്ള കൃത്യത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ആരായാലും, അപ്പോ സ്ത്രീയുടെ നേരെ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആരായാലും 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷത്തോളം ആകാവുന്നതുമായ കാലത്തേക്ക് 2 തടവും പിഴയും കിട്ടും. 3 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും. 3 മുതൽ 7 വർഷം. അപ്പോൾ സ്ത്രീയെ വിവസ്ത്രയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ 3 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും ലഭിക്കും എന്ന് അറിയുക. ക്ലിയർ ആണ്? ക്ലിയർ. ഇനി 77, ഓയറിസം എന്നാണ് കേട്ടോ. ഓയക്കുറിസം എന്ന് പറയുന്നത് ഓയറിസം എന്ന് വായിക്കുക. VOOERISM. ഓയറിസം, ഒളിഞ്ഞു നോക്കി രസിക്കൽ എന്നാണ്. അതായത് ആദ്യത്തെ കുറ്റസ്ഥാപനത്തിന് 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷത്തോളമാകാവുന്നതുമായ തടവും പിഴ. അപ്പോ ഒളിഞ്ഞു നോക്കുക, സ്ത്രീയുടെ സ്വകാര്യ പ്രവർത്തികൾ ഒളിഞ്ഞു നോക്കുക, അത് പകർത്തുക, പ്രചരിപ്പിക്കുക തുടങ്ങിയതാണ് ഓയറിസം എന്ന് പറയുന്നത്. ഓയറിസം. ആദ്യത്തെ കുറ്റസ്ഥാപനത്തിന് 1 വർഷം മുതൽ 3 വർഷം വരെ തടവും പിഴയും, വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. ആദ്യം ചെയ്താൽ 1 മുതൽ 3 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. ഓയറിസവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം 354C ആയിരുന്നു. ഇപ്രാവശ്യം അത് 77 ആണെന്ന് അറിയിക്കാം. ക്ലിയർ ആണ്? ക്ലിയർ.
ഇനി പൂവാല ശല്യം അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പതുങ്ങി പിൻപറ്റുക. പൂവാല ശല്യം അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ പതുങ്ങി പിൻപറ്റുക. അതായത് ഒരു സ്ത്രീ തന്റെ ഇഷ്ടം അല്ലെ അനിഷ്ടത്തെ കുറിച്ച് വ്യക്തമായ സൂചന നൽകി. ഇനി താൻ എന്റെ പുറകെ നടക്കരുത്, അല്ലെങ്കിൽ എന്നെ ഇനി ശല്യപ്പെടുത്തരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ആ സ്ത്രീയുടെ പുറകെ നടന്ന് സ്ത്രീയെ വീണ്ടും വീണ്ടും കൊണ്ട് സംസർഗം വളർത്തുന്നതിനായി ഒരു സ്ത്രീയെ നിരന്തരം പിന്തുടരുകയോ സമ്പർക്കം ഉണ്ടാക്കുകയോ അവളുമായി സമ്പർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത മാത്രമല്ല ഇവിടുത്തെ കുറ്റം, ഇത് ഓൺലൈൻ മീഡിയ കൂടെ അല്ലേ, നമ്മൾ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്ത്രീയെ പിന്തുടർന്നാൽ പോലും അത് സ്റ്റോക്കിംഗ് ആയി കണക്കാക്കാം, അല്ലെങ്കിൽ പൂവാല ശല്യം അല്ലെങ്കിൽ പതുങ്ങി പിൻപറ്റുക എന്ന വാക്കുകൂടെ പഠിച്ചോളുക. ഞാൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീ തന്റെ അനിഷ്ടം അറിയിച്ചിട്ടും സ്ത്രീയുടെ പുറകെ വീണ്ടും വീണ്ടും നടന്ന് ശല്യപ്പെടുത്താൽ ഈ സെക്ഷൻ പ്രകാരം കുറ്റം ആണ്. അവിടെ പൂവാല ശല്യം കുറ്റം ചെയ്യുന്ന ഏതൊരാളും ആദ്യത്തെ കുറ്റസ്ഥാപനത്തിന് 3 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പൊ ആദ്യമാണെങ്കിൽ എത്ര വർഷം കിട്ടും? 3 വർഷത്തിൽ തടവും പിഴയും കിട്ടും. വീണ്ടും ഇത് ആവർത്തിച്ചാൽ 5 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പോ പൂവാല ശല്യം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യ തവണ 3 വർഷവും പിന്നെയും ചെയ്തില്ലെങ്കിൽ എത്ര കിട്ടും? 5 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും എന്നറിയാം. 5 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. അടുത്തത് 79. സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാക്കോ ആംഗ്യമോ കൃത്യമോ. സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാക്കോ ആംഗ്യമോ കൃത്യമോ. അപ്പൊ സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കുക, ആംഗ്യം കാണിക്കുക, ശബ്ദം കേൾപ്പിക്കുക, വസ്തുക്കൾ കാണിക്കുക, ഇങ്ങനെ അപമാനിച്ചാൽ കണ്ടോ, ഏതെങ്കിലും സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീ ഏതെങ്കിലും വാക്കോ ശബ്ദമോ കാണണമെന്നോ കേൾക്കണമെന്നോ ഏതെങ്കിലും ആംഗ്യമോ സാധനമോ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള വാക്കുച്ചരിക്കുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും രൂപത്തിലുള്ള സാധനം പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഏകാന്തതയെ ആക്രമിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും, അപ്പോൾ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തികൾ ചെയ്യുന്ന ഏതൊരാളും എത്ര വർഷം കിട്ടും? 3 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് വെറും തടവും പിഴയും കിട്ടും. കഠിനമല്ല, വെറും തടവും. അപ്പൊ ഇവിടെ സ്പർശനമൊന്നുമില്ല, പക്ഷെ വാക്ക്, ആംഗ്യം, പ്രവൃത്തിയൊക്കെ ചെയ്താലാണ് ഈ ശിക്ഷ കിട്ടുന്നത്. ക്ലിയർ ആണോ? 79. അപ്പോൾ സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ഏതെങ്കിലും വാക്ക്, ആംഗ്യം കൃത്യമൊക്കെ ചെയ്താൽ ഈ ശിക്ഷ കിട്ടും. കണ്ടോ, ഏതെങ്കിലും രൂപത്തിലുള്ള സാധനം പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്താലും ഇതിൽ വരും. ഇനി 80. അപ്പൊ 63 മുതൽ 79 വരെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള കൃത്യങ്ങളൊക്കെ വരുന്നത്. ഇനി അങ്ങോട്ട് വരുന്നത് സ്ത്രീധന മരണമാണ്. സ്ത്രീധന മരണം കഴിഞ്ഞ പ്രാവശ്യം IPCയിൽ ഈ സെക്ഷനൊക്കെ പല സ്ഥലങ്ങളിലായി കിടന്നു. 304B കഴിഞ്ഞ പ്രാവശ്യം IPCയിൽ സ്ത്രീധന മരണം. പക്ഷെ ഇപ്പൊ 80 അപ്പൊ ഈ സെക്ഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചോണം, എഴുതി വെച്ച് പഠിക്കും. എല്ലാ സെക്ഷനും പഠിക്കണമെന്നില്ല, പ്രധാനപ്പെട്ട സെക്ഷനുകളും അതിന്റെ ശിക്ഷകളും കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ സ്ത്രീധന മരണം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് പൊള്ളൽ മൂലമോ ശാരീരിക ക്ഷതി മൂലമോ സ്വാഭാവികമല്ലാത്ത സാഹചര്യത്തിൽ മറ്റേതെങ്കിലും വിധത്തിലോ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവോ അവളുടെ ഏതെങ്കിലും ബന്ധുവോ അവളുടെ മരണത്തിന് തൊട്ടു മുൻപ് സ്ത്രീധനത്തിന് വേണ്ടിയോ സ്ത്രീധന ആവശ്യത്തോട് ബന്ധപ്പെട്ടോ ക്രൂരതയ്ക്കോ പീഡനത്തിനോ അവളെ വിധേയയാക്കിയാൽ, അപ്പോൾ സ്ത്രീധന മരണം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് പൊള്ളൽ മൂലമോ ശാരീരിക ക്ഷതി മൂലമോ സ്വാഭാവികമല്ലാത്ത സാഹചര്യത്തിൽ മറ്റേതെങ്കിലും വിധത്തോ മരണം സംഭവിക്കുകയോ ഭർത്താവോ അവളുടെ ബന്ധുക്കളോ ആണ് ഇതിന് കാരണമാക്കിയാൽ അവിടെ സ്ത്രീധന മരണമായി കണക്കാക്കും. അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ, അത് ഓർമ്മിച്ചോണം. ഇനി അത് സ്ത്രീധന മരണം എന്ന് വിളിക്കപ്പെടും. ആ ഭർത്താവും ബന്ധുവും അവൾക്ക് മരണമുളവാക്കിയവരെന്നും കരുതപ്പെടുകയും ചെയ്യും. അവരാണ് ഈ മരണത്തിന് കാരണം. ഇവിടുത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ തടവ്. അപ്പോൾ എത്രയാണ്? 7 വർഷത്തോളം, 7 വർഷത്തിൽ കുറയാത്തത്, മിനിമം 7, മാക്സിമം ജീവപര്യന്തം വരെ കിട്ടാം എന്നറിയുക. ഇതാണ് ഏതിൽ വരുന്നത്? സ്ത്രീധന മരണത്തിൽ വരുന്നത്. ഇനി ഇതിൽ 81 ഉണ്ട് കേട്ടോ. 81 പറഞ്ഞിട്ടില്ല, എന്നാലും പറയാം. 81ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പറ്റിച്ച് അവളുടെ കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞാൽ അതാണ് 81. 81 എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൂടെ ഭാര്യ ഭർത്താവാണെന്ന രീതിയിൽ കഴിയുകയാണെങ്കിൽ, അവളെ പറ്റിച്ച് കഴിയുകയാണെങ്കിൽ അവിടെ 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ് കിട്ടുന്നത്.
10 വർഷം. ഒരാളെ വഞ്ചിച്ചു, ഒരാളെ കൂടെ നടന്ന് കബളിപ്പിച്ചാൽ 10 വർഷത്തോളമാകാം, ഞാൻ പറയുന്നത് കുറിച്ചെടുക്കുക, 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. സെക്ഷൻ 81. അപ്പോൾ ഒരു സ്ത്രീയുടെ കൂടെ ഭർത്താവായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു? ആ ഭർത്താവെന്ന് പറയുന്ന വ്യക്തി ഭർത്താവാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കൂടെ താമസിച്ചാണ്. ഇനി 82, ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും വിവാഹം കഴിക്കുന്നത് ബൈഗാമി എന്ന് പറയും. ബൈഗാമി ഓക്കെ, അല്ലെങ്കിൽ ബിഗമി എന്ന് പറയും, ബൈഗാമി. അവിടെ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരു ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾക്ക് നിയമപരമായി ഒരാളെ വിവാഹം കഴിക്കാം. ഇനി അടുത്ത ആളെ വിവാഹം കഴിക്കണമെങ്കിൽ ഇത് ഡിവോഴ്സായി പോവുകയോ അല്ലെ, അങ്ങനെ റൂളായി മാത്രമേ കഴിക്കാൻ പറ്റൂ. അല്ലാതെ ജീവിച്ചിരിപ്പുള്ള ഭർത്താവോ ഭാര്യയോ ഉണ്ടായിരിക്കെ വിവാഹം കഴിക്കുന്നതായാൽ ആ ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്നത് കൊണ്ട് ആ വിവാഹം അസാധുവാകുന്നു. കണ്ടോ, എന്തായാലും രണ്ടാമത് കഴിയുന്ന വിവാഹം അസാധുവാകും. കാരണം എന്താ? ആദ്യത്തെ ആള് ജീവിച്ചിരിക്കുകയാണ്, അല്ലെ, ഭർത്താവോ ജീവിച്ചിരിക്കുക. എന്നാൽ അസാധുവാകുന്ന സംഗതികളിൽ അങ്ങനെ വിവാഹം കഴിക്കുന്ന ഏതൊരാളും അസാധുവാകും, അവിടെ ശിക്ഷയും കിട്ടും. കാരണം എന്താ? നിയമപരമായിട്ട് വിവാഹം കഴിച്ച ആളിരിക്കുമ്പോൾ വീണ്ടും ചെയ്താൽ നിയമത്തിനെതിരെയും കുറ്റമാണ്. അപ്പൊ അവിടെ 7 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. അപ്പോൾ ഒരു ജീവിച്ചിരിപ്പുള്ള ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കെ വീണ്ടും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം കിട്ടും? 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടുമെന്ന് അറിയുക. ഓക്കെ. പക്ഷേ ഇവിടെ പിന്നീട് താൻ വിവാഹം കഴിച്ച ആളിൽ നിന്ന് അറിയാലോ, അതായത് ആദ്യം ഒരാളെ പറ്റിച്ച 7 വർഷം, രണ്ടാമത് പിന്നീട് താൻ വിവാഹം കഴിച്ച ആളിൽ നിന്ന് മുൻ വിവാഹത്തിന്റെ വസ്തുത ഒളിച്ചു വെച്ചുകൊണ്ടാണ്. അപ്പം രണ്ടാമത് കഴിച്ച ആളിനെയും പറ്റിക്കുന്നു. രണ്ടാമത് കഴിച്ച ആളിനോടും ആദ്യ വിവാഹം നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പൊ 82-ലെ 1 82-ലെ 2 82-ലെ 1 പറഞ്ഞെന്താണ്? ആദ്യം വിവാഹം 7 വർഷം, രണ്ടാമതാണെങ്കിൽ 10 വർഷം എന്ന് അറിയുക. ക്ലിയർ ആണോ? അടുത്തത് 83, നിയമാനുസൃതമായ വിവാഹം കൂടാതെ വഞ്ചനാപൂർവമായി വിവാഹ ചടങ്ങ് നിർവഹിക്കുന്നത്. അപ്പൊ ഇവിടെ വിവാഹം കഴിക്കുന്നത് നിയമാനുസൃതമല്ല, പക്ഷേ വഞ്ചനാപൂർവമായി വിവാഹ ചടങ്ങ് മാത്രം നിർവഹിച്ചാൽ. അപ്പൊ ഇവിടെ വിവാഹ ചടങ്ങ് മാത്രം നിർവഹിച്ചാൽ എന്ത് ചെയ്യുന്നതാണ്? അപ്പൊ വിവാഹം കഴിക്കുക എന്ന ചടങ്ങ് നിർവഹിക്കുന്നത് വഴി താൻ നിയമാനുസൃതമായ വിവാഹം കഴിക്കുകയല്ല എന്നറിഞ്ഞുകൊണ്ട് നേരുകേടായോ വഞ്ചനാപൂർവമായോ ഉദ്ദേശത്തോടു കൂടിയോ അങ്ങനെ ചടങ്ങ് നിർവഹിക്കുന്ന ഏതൊരാളും 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. ചടങ്ങ് മാത്രം, ആരെയോ പറ്റിക്കാൻ വേണ്ടി, ആരെയോ കബളിപ്പിക്കാൻ വേണ്ടി വിവാഹ ചടങ്ങ് മാത്രം നിർവഹിക്കുക വഴി ചെയ്തു കഴിഞ്ഞാൽ എത്ര വർഷം കിട്ടും? 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടുമെന്ന് ഓർമ്മിക്കുക. അപ്പൊ നിയമാനുസൃതമായ വിവാഹം കൂടാതെ വഞ്ചനാപൂർവമായി വിവാഹ ചടങ്ങ് മാത്രം നിർവഹിച്ചാൽ എത്ര വർഷം കിട്ടും? 7 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. 84, വിവാഹിതയായ സ്ത്രീയെ കുറ്റകരമായ ഉദ്ദേശത്തോടുകൂടി വശീകരിച്ചു കൊണ്ടുപോവുകയോ കൂട്ടിക്കൊണ്ടുപോവുകയോ ചെയ്താൽ. ഇനി വിവാഹിതയായ സ്ത്രീയെ കബളിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പൊ വിവാഹിതയായ സ്ത്രീയെ കുറ്റകരമായ ഉദ്ദേശത്തോടുകൂടി വശീകരിച്ചു കൊണ്ടുപോവുകയോ കൂട്ടിക്കൊണ്ടുപോവുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്താൽ 2 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. 2 വർഷത്തോളമാകാവുന്ന കാലത്തേക്കുള്ള തടവും പിഴയും കിട്ടും ഓർമ്മിക്കുക. അപ്പൊ വിവാഹിതയായ സ്ത്രീയെ കുറ്റകരമായ ഉദ്ദേശത്തോടു കൂടി വശീകരിച്ചു കൊണ്ടുപോവുകയോ കൂട്ടിക്കൊണ്ടുപോവുകയോ ചെയ്താൽ 2 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും പിഴയും ലഭിക്കുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അവിടെ ഓർമ്മിക്കുക. അടുത്ത 85, ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ. ക്രൂരത. അപ്പൊ സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ. കണ്ടോ? അപ്പൊ ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ 3 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും പിഴയും ലഭിക്കും. അപ്പൊ 85 എന്താ പറഞ്ഞ? ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ അവളെ ക്രൂരതയുടെ നിർവചനം നമ്മൾ 86-ൽ പഠിക്കും, എന്തൊക്കെയാണ് ക്രൂരതയിൽ വരുന്നതെന്ന്. ഓക്കെ, അവിടെ 3 വർഷമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം 498A വരുന്ന ഒരു കുറ്റമായിരുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ എത്ര വർഷം കിട്ടും? അവിടെ 3 വർഷത്തെ തടവും പിഴയും കിട്ടും. ഇനി 86-ൽ കണ്ടോ ക്രൂരതയുടെ നിർവചനം. ക്രൂരത എന്നാൽ എന്തൊക്കെ വരാമെന്നാണ്. ഈ 85-ാം വകുപ്പിന്റെ ആവശ്യത്തിൽ 85-ലാണല്ലോ ക്രൂരതയെ കുറിച്ചുള്ള ശിക്ഷ പറയുന്നത്. അപ്പൊ 86-ൽ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാനോ
അവളുടെ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ. അപ്പോൾ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാനോ അവളുടെ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ, അത് മാനസികമോ ശാരീരികമോ ഗുരുതരമായ ക്ഷതിയോ അപായമോ ഉണ്ടാക്കാനോ സാധ്യതയുള്ള വിധത്തിലുള്ള ഏതെങ്കിലും ഇച്ഛാപൂർവമായ നടപടിയോ. അപ്പോൾ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാനോ അവളുടെ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ, അത് മാനസികമോ ശാരീരികമോ ആയാലും ഗുരുതരമായ ക്ഷതിയോ അപായമോ ഉണ്ടാക്കാനോ സാധ്യതയുള്ള വിധത്തിലുള്ള ഏതെങ്കിലും ഇച്ഛാപൂർവമായ നടപടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനോ മൂല്യമുള്ള ഈടിനോ വേണ്ടിയുള്ള അന്യായമായ ആവശ്യം നിറവേറ്റാൻ വേണ്ടി. കണ്ട, ആദ്യം സ്ത്രീയുടെ എങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാകാം. അവരുടെ ജീവൻ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാകാം, മാനസികമാകാം, ശാരീരികമാകാം, ഗുരുതര ക്ഷതി ഉണ്ടാക്കാം. ഇതൊക്കെയാണ്. അടുത്ത ഏതെങ്കിലും വസ്തുവിനോ മൂല്യമുള്ള ഈടിനോ വേണ്ടിയുള്ള അന്യായമായ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരു സ്ത്രീയെയോ അവളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ, ഒരു സ്ത്രീയോ അവളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടോ, അവളെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടോ അത്തരം ആവശ്യം നിറവേറ്റാൻ അവളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ പരാജയപ്പെട്ടതുകൊണ്ടോ ആ സ്ത്രീക്കെതിരെ നടക്കുന്ന പീഡനമാണെങ്കിൽ, അപ്പോ എന്തെങ്കിലും വസ്തുവിനോ മൂല്യമുള്ള ഈടിനോ വേണ്ടിയുള്ള അന്യായമായ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരു സ്ത്രീയോ അവളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടോ അത്തരം ആവശ്യം നിറവേറ്റാൻ അവളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ പരാജയപ്പെട്ടതുകൊണ്ടോ ആ സ്ത്രീക്കെതിരെ നടത്തുന്ന പീഡനമാണെങ്കിൽ, എന്തെങ്കിലും വസ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ എന്തായിട്ട് ക്രൂരതയായിട്ട് കണക്കാക്കും. 87, ഒരു സ്ത്രീയെ അവളുടെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനോ, അപ്പോൾ സ്ത്രീയെ അവളുടെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനോ മറ്റോ വേണ്ടി ആൾ അപഹരണമോ ആൾ മോഷണമോ ചെയ്യുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്താൽ, അപ്പോൾ സ്ത്രീയെ അവളുടെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനോ മറ്റോ വേണ്ടി ആൾ അപഹരണമോ ആൾ മോഷണമോ ചെയ്യുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്താൽ അവിടെ 10 വർഷത്തെ തടവും പിഴയും കിട്ടും. അപ്പൊ സ്ത്രീയെ കല്യാണത്തിന് നിർബന്ധിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയാൽ എത്ര വർഷം കിട്ടും? 10 വർഷത്തെ തടവും പിഴയും. ഓക്കെയാണോ? 87, ഒരു സ്ത്രീ അവളുടെ വിവാഹത്തിന് നിർബന്ധിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകും, ആളപഹരണമോ ആൾമോഷണമോ ചെയ്താൽ 10 വർഷം തടവും പിഴയും. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷനാണ് സെക്ഷൻ 88. സെക്ഷൻ 88 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷനാണ്. എന്താണ്? ഗർഭം അലസിക്കുക. അതായത് ഗർഭമുള്ള ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവ്വം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അല്ലാതെ സ്വേച്ഛയാ അലസിക്കുന്ന ഏതൊരാളും. അപ്പോൾ ഒരു ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 88 പറയുന്നത്. എന്താണ്? ഗർഭമുള്ള ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവ്വം ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അല്ലാതെ, എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സർജറി വരെ ഡോക്ടർ പറയുന്നത് ഓക്കെ, അല്ലാതെ മനഃപൂർവ്വം ഒരു കുഞ്ഞിനെ ഒരു ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരാളും 3 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും ലഭിക്കും. ഓക്കെ, അതിൽ ചിലപ്പോൾ സ്ത്രീ തന്നെ ഉൾപ്പെടാം. സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം പോയി നശിപ്പിച്ചാലും അതും സ്ത്രീയും ശിക്ഷാർഹയാകാം. ആ സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോട് കൂടിയുള്ളവളാണെങ്കിൽ, ഇനി കുട്ടി ചലിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അയാൾ 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പൊ സ്ത്രീ ചലിക്കുന്ന കുട്ടിയുള്ള ആളാണെങ്കിൽ 7, അപ്പൊ കുട്ടിക്ക് ചിലപ്പോൾ ചലനം വെച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഭാഗം പിറന്നിട്ടുണ്ടാകും ഉദരത്തിൽ വെച്ച്. അപ്പോൾ ഒരു ഗർഭം അലസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 3 വർഷത്തെ തടവും പിഴയുമാണ്. എന്നാൽ ചലിക്കുന്ന അവസ്ഥയിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചാൽ 7 വർഷം. തന്റെ ഗർഭം സ്വയം അലസിപ്പിക്കുന്ന ഒരു സ്ത്രീ ഈ വകുപ്പിന്റെ അർത്ഥത്തിൽ പെടുന്നു. കേട്ടോ, ഈ വകുപ്പിന്റെ അർത്ഥത്തിൽ സ്വയം അലസിപ്പിക്കുന്ന സ്ത്രീയും കുറ്റക്കാരിയാണ്. 3 വർഷത്തെ തടവും പിഴയുമാണ്, അതൊക്കെ അറിയുക. ഇനി 89, സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിച്ചാൽ. അപ്പോ സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിച്ചാൽ നോക്ക്, 88-ാം വകുപ്പിൽ നിർവചിച്ച കുറ്റം സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോടുകൂടി ആണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ 88-ൽ നമ്മൾ പറഞ്ഞ എന്താണ്? ചലിക്കുന്നതാണെങ്കിൽ ഒരു ശിക്ഷ, ചലിക്കാത്താണെങ്കിൽ മറ്റൊരു ശിക്ഷ. പക്ഷെ ഇവിടെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, സ്ത്രീയുടെ കൺസെന്റ് ഇല്ല, സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ്. അതുകൊണ്ട് 88-ാം വകുപ്പിൽ നിർവചിച്ച കുറ്റം സ്ത്രീ ചലിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ചലിക്കാത്ത അവസ്ഥയിലാണെങ്കിലും അവിടെ ശിക്ഷ എത്രയാണ്? ഏതൊരാളും എന്ത് കിട്ടും? അവിടെ ജീവപര്യന്ത തടവും ആകാം, അല്ലെങ്കിൽ 10 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. അപ്പോൾ ഏതൊരാളും ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് രണ്ടിലേതെങ്കിലും തരത്തിലുള്ള തടവ് ശിക്ഷയോ പിഴയോ കിട്ടുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കാൻ മറക്കരുത്, സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലാതെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരാളും ഈ ശിക്ഷ കിട്ടുമെന്ന് ഓർമ്മിക്കുക, മറക്കരുത്. ഓക്കെ ആണോ? ഓക്കെ, 10 വർഷത്തോളം അല്ലെങ്കിൽ ജീവപര്യന്തം.
90. അപ്പൊ 88 പഠിച്ചു, ഗർഭം അലസിപ്പിച്ചാലുള്ള ശിക്ഷ. 89 സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിച്ചാൽ. പക്ഷെ ഇവിടെ 90 ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കൃത്യം മരണം സംഭവിച്ചാൽ. കണ്ടോ, ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തു, മരണം സംഭവിപ്പിച്ചാൽ. ഗർഭമുള്ള ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അങ്ങനെയുള്ള സ്ത്രീയുടെ മരണം സംഭവിക്കുന്ന ഏതെങ്കിലും കൃത്യം ചെയ്യുന്ന ഏതൊരാളും 10 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. അപ്പോൾ ഗർഭമുള്ള ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്ത് മരണം സംഭവിച്ചാൽ, ഈ ഗർഭം അലസിപ്പിക്കാനുള്ള ഉദ്ദേശമാണ് ലക്ഷ്യം, പക്ഷെ അവിടെ സ്ത്രീ മരണപ്പെട്ടു പോയി എങ്കിൽ എത്ര വർഷം കിട്ടും? 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയും നൽകി ശിക്ഷിക്കപ്പെടാം. ഇനി അതിൽ തന്നെ 2, ഈ 1-ാം ഉപവകുപ്പിൽ നിർദ്ദേശിച്ച കൃത്യങ്ങൾ സ്ത്രീയുടെ സമ്മതം കൂടാതെ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ ഇവിടെ സമ്മതത്തോടെ ചെയ്തു, സ്ത്രീ മരിച്ചെങ്കിൽ 10 വർഷം. പക്ഷേ സമ്മതം കൂടാതെയാണ് ചെയ്തു എന്നിട്ട് സ്ത്രീ മരിക്കുകയാണെങ്കിലോ അവിടെ ജീവപര്യന്ത തടവും അല്ലെങ്കിൽ ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ 10 വർഷവും കിട്ടാം. കൃത്യം മരണം സംഭവിക്കാൻ ഇടയുണ്ടെന്ന് കുറ്റക്കാരന് അറിയണമെന്നുള്ളത് ഈ കുറ്റത്തിന് ആവശ്യമില്ല. അവിടെ ഗർഭം അലസിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം, കൊല്ലണമെന്നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷേ ആ പ്രവൃത്തിയിലൂടെ സ്ത്രീ മരണപ്പെട്ടു, അതുകൊണ്ട് കുറ്റകരമാണ്. ഇനി 93. അപ്പോൾ ഇതോടുകൂടി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇവിടെ കഴിഞ്ഞു. നമ്മൾ 63 മുതൽ പഠിച്ച സെക്ഷനിൽ 90 വരെ ആയപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ ഏകദേശമായി. ഇനി 93 കുട്ടികൾക്കെതിരെയാണ്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. സാധാരണ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പ്രധാനമായിട്ട് പോക്സോയിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെയും പറയാം. 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ മാതാവോ പിതാവോ അതിന്റെ സംരക്ഷണമുള്ള ആളോ അരക്ഷിതാവസ്ഥയിൽ ഇട്ടിട്ട് പോകലും ഉപേക്ഷിക്കൽ. അപ്പോൾ ഈ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ അതിന്റെ മാതാവോ പിതാവോ അതിനെ സംരക്ഷിക്കേണ്ട ആളോ എന്ത് ചെയ്തു? അരക്ഷിതാവസ്ഥയിൽ ഇട്ടിട്ട് പോയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിച്ചാൽ, എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയാൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെന്ന് ഓർമ്മിക്കണം. ഓക്കെ, അവിടെ ഓർക്കേണ്ടത് ശിക്ഷ കിട്ടും. ആലോചിച്ച് നോക്കിയ ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് വരെ നയിക്കും. കാരണം ആ കുട്ടിയെ പൂർണ്ണമായി ഉപേക്ഷിക്കണം ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം അരക്ഷിതാവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോണ ആള് 7 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. 7 വർഷത്തോളം. അപ്പോ 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ മാതാവോ പിതാവോ അതിന്റെ സംരക്ഷണമുള്ള ആളോ അരക്ഷിതാവസ്ഥയിൽ ഇട്ടിട്ട് പോയാൽ ഉപേക്ഷിച്ചാൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെന്ന് ഓർമ്മിക്കണം. അതിന്റെ ശിക്ഷ എത്ര വർഷം കിട്ടും? 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും. ഒന്ന് ആലോചിച്ച് നോക്കി, 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഇതുപോലെ അരക്ഷിതാവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ കുട്ടിക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും അപകടം സംഭവിക്കാമല്ലോ, അല്ലെ എന്തെങ്കിലും സംഭവിക്കാം. അവിടെ എന്ത് വരെ സംഭവിക്കാം? അവിടെ ജീവന് നല്ല ഭീഷണിയാണ്. കാരണം എന്താ? കുട്ടി ആരെങ്കിലും ഉപദ്രവിക്കാം, അല്ലെങ്കിൽ കുട്ടിയെ മൃഗങ്ങൾ ഉപദ്രവിക്കാം, കുട്ടി പട്ടിണി കിടന്ന് മരിക്കാം, എന്ത് വേണോ ആകാം, അല്ലെ അവിടെ കൊലപാതക ശ്രമം വരെ എടുക്കാം നമുക്ക്. 94 മൃതദേഹം രഹസ്യമായി നീക്കം ചെയ്യുന്നതിലൂടെ ജനനം ഒളിച്ചു വെക്കുന്നത്. ഇവിടെ നമുക്കറിയാമല്ലോ, ഏതൊരു കുട്ടി ജനിക്കുമ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആശാ വർക്കർമാരെയോ ആരെങ്കിലും അറിയിക്കണം. ഇത് ആ കുട്ടിയുടെ കാര്യം ഒരിടത്തും അറിയിക്കാതെ കുട്ടിയുടെ മൃതദേഹം ഒരു കുട്ടി മരിച്ചത് പിറന്നതിന് മുമ്പോ പിറന്നതിന് ശേഷമോ പിറന്നുകൊണ്ടിരിക്കുമ്പോഴോ ആയാലും രഹസ്യമായി കുഴിച്ചിടുകയോ മറ്റു വിധത്തിൽ രഹസ്യമായി കൈ കഴുകുകയോ ചെയ്യുന്നത് വഴി ആ കുട്ടിയുടെ ജനനം മനഃപൂർവ്വം ഒളിച്ചു വെക്കാൻ യത്നിക്കുന്ന ആളും ഏതൊരാളും. അപ്പൊ കുട്ടി ഒന്നിൽ ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചു, അല്ലെങ്കിൽ ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം മരിച്ചു. ഇതാരും അറിയാതെ കുഴിച്ചിടുന്നു. കൊന്നതൊന്നുമല്ല, ഇതാരും അറിയാതെ കുഴിച്ചു. അതായത് ജനനം ഒളിച്ചു വെക്കുന്നതാണ്. മൃതദേഹം നീക്കം ചെയ്യുമ്പോൾ ജനിച്ചത് അറിയില്ലല്ലോ ആരും. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. മൃതദേഹം രഹസ്യമായി നീക്കം ചെയ്യുന്നതിലൂടെ ജനനം ഒളിച്ചു വെക്കുന്ന ഏതൊരു ആളും ശിക്ഷ എത്ര വർഷം കിട്ടും? 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. നമുക്ക് എത്രയാണ്? 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടുമെന്ന് അറിയാം. ഇനി 95 ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ നിയമിക്കുകയോ ഏർപ്പാടാക്കുകയോ ചെയ്താൽ. അപ്പൊ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി കുട്ടികളെ വാടകയ്ക്ക് എടുക്കുക, നിയമിക്കുക, ഏർപ്പാടാക്കുകയോ ചെയ്താൽ. കണ്ടോ, കുറ്റകൃത്യം ചെയ്യാനായി. അപ്പൊ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ ജോലിക്ക് എടുക്കുകയോ ഏർപ്പാടാക്കുകയോ ചെയ്യുന്ന ഏതൊരാളും 3 വർഷത്തിൽ കുറയാത്തതും 10 വർഷത്തോളമാകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പൊ 95 പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ നിയമിക്കുകയോ ഏർപ്പാടാക്കുകയോ ചെയ്താൽ എന്ത് കിട്ടും? അവിടെ 3 വർഷം, അല്ലെങ്കിൽ കണ്ടോ, ജോലിക്ക് എടുക്കുകയോ ഏർപ്പാടാക്കി ചെയ്യുന്ന ഏതൊരാള് 3 വർഷത്തിൽ കുറയാത്തതും 3 മുതൽ 10 വർഷം വരെ കിട്ടും കുട്ടിയെ കുറ്റകൃത്യത്തിനായി വാടകയ്ക്ക് എടുക്കുകയോ ചെയ്താൽ. എന്നാൽ കുറ്റം ചെയ്താൽ താൻ കുറ്റം ചെയ്തതുപോലെ കണക്കാക്കപ്പെടേണ്ടതും ചെയ്ത കുറ്റത്തിന് ശിക്ഷയ്ക്ക് അർഹരുമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയെ ലൈംഗിക ചൂഷണത്തിനോ അശ്ലീല സൃഷ്ടിക്കോ വേണ്ടി വാടകയ്ക്ക് എടുക്കുകയോ ജോലിക്ക് എടുക്കുകയോ ചെയ്താലും ഇതിനകത്ത് വരും. ഇനി 96 കുട്ടിയെ സമ്പാദിച്ചു കൊടുക്കൽ.
സമ്പാദിച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടിയെ മറ്റൊരാളുമായി അവിഹിത സംഘത്തിന് നിർബന്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ പ്രലോഭിക്കപ്പെടുകയോ ചെയ്യുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, അപ്പൊ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകുന്നതിനോ ഏതെങ്കിലും കൃത്യം ചെയ്യുന്നതിനോ ഏതെങ്കിലും മാർഗത്തിലൂടെ അത് എന്തു തന്നെ ആയാലും പ്രചോദിപ്പിക്കുന്ന ഏതൊരാളും 10 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. അപ്പൊ കുട്ടിയെ സമ്പാദിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏർപ്പാടാക്കി കൊടുക്കുന്ന ആൾക്ക് 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടുമെന്നറിയുക. 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കുട്ടിയെ സമ്പാദിച്ചു കൊടുത്താൽ. 97 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ അതിന്റെ ദേഹത്ത് നിന്ന് 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ അതിന്റെ ദേഹത്ത് നിന്ന് മോഷ്ടിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആൾ മോഷണമോ ആൾ അപഹരണമോ ചെയ്ത, അപ്പൊ 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി അതിന്റെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആൾ മോഷണമോ ആൾ അപഹരണമോ ചെയ്താൽ എന്ത് കിട്ടും? ശിക്ഷ എന്താണ്? 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയുടെ ദേഹത്ത് നിന്ന് ജംഗമ വസ്തു നേരുകേടായി എടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ കുട്ടിയെ ആൾ മോഷണമോ ആൾ അപഹരണമോ ചെയ്യുന്ന ഏതൊരാളും അപ്പൊ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ 7 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും എന്ന് ഓർമ്മിക്കുക. 7 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. ഇനി 98 കുട്ടിയെ വേശ്യാവൃത്തിക്കും മറ്റും വേണ്ടി വിൽക്കുന്നതാണ്. അപ്പൊ വേശ്യാവൃത്തിയുടെയോ മറ്റേതെങ്കിലും ആളുമായുള്ള അവിഹിത സംഘത്തിന്റെയോ അല്ലെങ്കിൽ നിയമവിരുദ്ധവും അസാൻമാർഗികവുമായ ഏതെങ്കിലും കാര്യത്തിന്റെയോ ആവശ്യത്തിനായി ഏതെങ്കിലും പ്രായത്തിൽ നിയോഗിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി ഇവിടെ വിറ്റാലാണ് പറയുന്നത്. വിൽക്കുകയോ ചെയ്താൽ അവിടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടി ഏതെങ്കിലും പ്രായത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആവശ്യത്തിനായി ഉപയോഗിക്കുകയോ ചെയ്യുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ കുട്ടിയെ വിൽക്കുകയോ കൂലിക്ക് കൊടുക്കുകയോ മറ്റു വിധത്തിലോ കൈയൊഴിയുകയോ ചെയ്യുന്ന ഏതൊരാൾ. അപ്പോൾ ഇവിടെ കുട്ടിയെ വിൽക്കുന്നത്, കൈയൊഴിയുന്നത് തുടങ്ങിയവരാണ് 10 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും. 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടുമെന്ന് ഓർമ്മിക്കുക. അപ്പൊ കുട്ടിയെ വേശ്യാവൃത്തിക്ക് മറ്റും വേണ്ടി വിറ്റാൽ 10 വർഷത്തോളം ആകാവുന്ന തടവും പിഴയും കിട്ടും. ഇനി 99 കുട്ടിയെ വേശ്യാവൃത്തിക്ക് മറ്റും വേണ്ടി വിലയ്ക്ക് വാങ്ങിയാൽ അവിടെ 7 മുതൽ 14 വർഷം വരെ തടവും പിഴയും കിട്ടും. അപ്പോ ഇനി നമ്മൾ ആദ്യം പറഞ്ഞു അത് ഏർപ്പാടാക്കി കൊടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? വിറ്റാൽ പറഞ്ഞു. അടുത്ത് വിലയ്ക്ക് വാങ്ങിയാൽ അവിടെ എന്താണ്? 7 വർഷത്തിൽ കുറയാത്തതും 14 വർഷത്തോളം ആകാവുന്നതുമായ തടവും പിഴയും കിട്ടും. ഓക്കെയാണോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരുള്ള അതിക്രമം എന്നൊരു മൊഡ്യൂളിൽ പറയുന്നത്. ഇതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരുള്ള അതിക്രമം എന്നൊരു മൊഡ്യൂളിൽ പറയുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇവിടെ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ പറഞ്ഞത് 63 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 63 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബലാത്സംഗം. 64 ശിക്ഷ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട സെക്ഷനാണ് നമ്മൾ എന്താണ്? 74 പറഞ്ഞു സ്ത്രീ അപമാനിക്കാൻ വേണ്ടി. 75 പറഞ്ഞു ലൈംഗിക പീഡനം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? വോയറിസം പഠിച്ചു, സ്റ്റോക്കിംഗ് പഠിച്ചു, അല്ലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് പഠിച്ചു. 80 സ്ത്രീധന മരണം പഠിച്ചു. അതുപോലെ 88 പറഞ്ഞു ഗർഭചിത്രം പറഞ്ഞു. 89 90 ഒക്കെ അതാണ്. പിന്നെ അതിനുശേഷം 93 മുതൽ 99 വരെ കുട്ടികൾക്കെതിരെ. നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഇതിനപ്പുറം ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.